മഡ്ഡിക് മീഡിയയുടെ ഇന്നത്തെ അതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം നയനയാണ്. അപ്പോൾ നയനേനെ ഇന്ന് വൺ ഡേക്കിന് എക്സ്ക്ലൂസീവ് ആയിട്ട് കിട്ടിയിരിക്കുക. അപ്പോൾ ഞങ്ങൾക്ക് 10 കാര്യങ്ങൾ അറിയണമെന്നുണ്ട്. അപ്പോൾ നയന റെഡി അല്ലേ? റെഡിയാണ്. അപ്പോൾ ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹാപ്പിനെസ് ആണ്. നമ്മുടെ നയനയുടെ അൾട്ടിമേറ്റ് ഹാപ്പിനെസ് എന്താണെന്ന് പറയാമോ? ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യം നമുക്ക് സമാധാനം എന്ന് പറഞ്ഞ കാര്യമല്ലേ ഫസ്റ്റ് ഹാപ്പിനെസ്. ഇപ്പം നമുക്ക് സമാധാനം എന്ന് പറഞ്ഞ സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാപ്പിനെസ് ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ സമാധാനം കിട്ടാൻ വേണ്ടി നമുക്ക് കുറേ കാര്യങ്ങളുണ്ട്. നമുക്കൊരു എന്താ പറയുക, നമുക്ക് നല്ലൊരു ജോലി, നമ്മുടെ നല്ല ഫ്രണ്ട് സർക്കിൾ വേണം, നമുക്ക് നല്ലൊരു ഫിനാൻഷ്യൽ, നമുക്ക് എന്താ പറയുക ഏണിംഗ് ഉണ്ടാവണം. നമുക്ക് എന്ത് കാര്യം ചെയ്താലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണം. പിന്നെ നമ്മളതെല്ലാം കഴിഞ്ഞ് നമ്മുടെ റൂമിൽ വന്ന് കിടക്കുമ്പോൾ കിട്ടുന്നൊരു സമാധാനമുണ്ട്. അതാണ് എൻ്റെ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ പേടിയല്ലേ? അപ്പോൾ നയനൻ്റെ പേടി എന്ത് വേണം? പേടി എന്ന് പറയുമ്പോൾ സാധാരണ എല്ലാവർക്കും പട്ടീനെ പേടി, പൂച്ചനെ പേടി, പാറ്റനെ പേടി എന്നൊക്കെ പറയും. എനിക്ക് പേടി പ്രേതത്തിനെയാണ്. അടിപൊളി. പിന്നെ ഇപ്പം എന്താ പറയുക, നമ്മളിപ്പം ഷൂട്ടിൻ്റെ സമയത്താണെന്നുണ്ടെങ്കിലും അല്ലാതെ ഇപ്പം ഒറ്റയ്ക്ക് നമ്മളൊരു സ്ഥലത്ത് പെട്ടുപോവുക, അങ്ങനെ അതായത് നമ്മൾ ഇപ്പോൾ റൂമിലിരിക്കുന്ന സമയത്ത് ഇരുട്ട് അങ്ങനെയൊക്കെ വരില്ലേ. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ആവശ്യമില്ലാത്ത പ്രേതകഥകൾ പഴയ അമ്മച്ചിമാരും അമ്മമാരൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള പല കഥകളും എൻ്റെ മനസ്സിൽ കൂടി ഇങ്ങനെ പോകും. അപ്പോൾ ആ സമയത്ത് എന്താ പറയുക, ഞാൻ ആവശ്യമില്ലാത്തൊരു പ്രേത രൂപത്തിൽ എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് പ്രേതം എന്ന് പറഞ്ഞിട്ട് എനിക്ക് സ്വന്തമായിട്ടൊരു പേടിയുണ്ട്. അല്ലാതെ വേറെ അങ്ങനെ വലിയ കാര്യത്തിനൊന്നും എനിക്കങ്ങനെ വലിയ പേടിയൊന്നുമില്ല. പേടിയെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം എന്താ പറയുക, ചില സ്ഥലത്തൊക്കെ നമ്മളിങ്ങനെ അൺയൂഷ്വലായിട്ട് കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ടോ, അതിപ്പോൾ സിനിമയിലൊക്കെ നമ്മൾ കണ്ടേക്കുന്ന സെയിം സാധനങ്ങൾ റിയാലിറ്റി വരുമായിരിക്കുമല്ലേ, വരുമായിരിക്കില്ല ചിലപ്പോൾ. ലൈക്ക് അങ്ങനെ എന്തൊക്കെയോ ഞാൻ തന്നെ ചിന്തിച്ചുണ്ടാക്കുന്ന ഒരു തരം പേടിയാണത്. അത് ചില സമയം മാത്രം നമ്മളിങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്തോ, അല്ലെങ്കിൽ എന്താ പറയുക രാത്രിയിൽ നമ്മൾ മാത്രമല്ല നമ്മൾ റൂമിൽ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ലൈറ്റ് എടുത്താൽ, അല്ലെങ്കിൽ ഇപ്പം അന്നിപ്പം മഴ ഉണ്ടാവാം, കാറ്റുണ്ടാവാം, ആ സമയത്തൊക്കെ ഞാനിങ്ങനെ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. അപ്പോഴാണല്ലോ നമുക്ക് ഒറ്റയ്ക്ക് നമ്മൾ ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാം കാണുമ്പോഴായിരിക്കും ഒരു സാധനം ഇങ്ങനെ ചാടി വരുന്നുണ്ടാവുക. ഇതൊക്കെ കാണുമ്പോൾ പിന്നെ അന്നത്തെ ദിവസത്തെ കാര്യം തീർന്നു ഒരു പേടി. അപ്പോൾ തേർഡ് വൺ എന്ന് പറയുന്നത് ഡ്രീമാണ്. നേരത്തെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടായിരുന്നു, കുറേ സിനിമകൾ ചെയ്തു. ഇതിൽ നമ്മളെപ്പോഴും ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സാധനമാണ് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇപ്പം സിനിമ ചെയ്യുക, അതിന് കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നൊക്കെ. ഇപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു കാര്യമാണ് അഭിനയിക്കുക, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. അപ്പം അതെൻ്റെ ഒരു വലിയ ഡ്രീമാണ്, എപ്പോഴും നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ഏത് വർക്ക് നമ്മളിപ്പോൾ അഭിനയിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ആ ഇൻഡസ്ട്രിയിൽ നിൽക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഡ്രീം എന്നുള്ളത്. അത് ഓൺ ഗോയിങ് ആണെന്ന് പറയാം അല്ലേ. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, നമുക്ക് ഇപ്പോൾ എത്ര കിട്ടിയാലും നമുക്ക് ഒരു എന്താ പറയുക, പിന്നെയും നമ്മൾ ആ ഒരു ആഗ്രഹം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഒരു പരസ്യം അല്ലെങ്കിൽ ഇന്നൊരു സിനിമ നമ്മൾ ചെയ്താലും നാളെ നമുക്കത് വേണം, നമുക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സിനിമ കാണുമ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റിയാലോ. അത് ഡ്രീം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഓരോ ദിവസം കഴിയുന്നതോറും ഓരോ ഡ്രീം നമ്മളിപ്പോൾ ഒരു കാര്യം അച്ചീവ് ചെയ്തു. ഇപ്പം എനിക്ക് സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ഒരു ഡ്രീം ഉണ്ടായിരുന്നു. അപ്പം ഞാനൊരു സിനിമയിൽ അഭിനയിച്ചു. നാളെ ആകുമ്പം ആൾക്കാർ നിൻ്റെ ഡ്രീം നടന്നില്ലേ എന്ന് ചോദിക്കാം. നാളെ നമുക്ക് വേറൊരു ഡ്രീമാണ് ഉണ്ടാവുക. എനിക്കൊരു കാറ് വാങ്ങിക്കണം, അല്ലെങ്കിൽ എനിക്കൊരു നല്ലൊരു വീട് ഉണ്ടാക്കണം, ലൈക്ക് ഇതൊക്കെ പറയുന്നത് നമ്മൾ ഓരോ ദിവസം കഴിയുന്നതാണ് നമ്മുടെ ഡ്രീമുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെയും ഒരു കാര്യം അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് അത് ശരിക്കും പറഞ്ഞാൽ ഡ്രീം എന്ന് പറഞ്ഞാൽ നമ്മുടെ എയിമാണെന്നാണ് ഞാൻ കാണുന്നത് അല്ലേ. അപ്പോൾ ആ എയിമിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് നമ്മൾ എന്താണ് ചെയ്യുക, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ഇപ്പോൾ ഒരു ഡ്രീം സക്സസ് ആയി കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ഒരു സാധനം കണ്ടിട്ട് അതാണ് നമ്മുടെ ലൈഫിലൊരു എന്താ പറയുക നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ഫാക്ടർ. അത് ഓരോ സമയമാകുമ്പോഴത്തേനും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നെക്സ്റ്റ് റിലേഷൻഷിപ്പാണ്. ഇപ്പം നമുക്ക് ഏറ്റവും നമ്മളെ ഇഷ്ടമുള്ള ആൾക്കാർ നമ്മളോട് എപ്പോഴും കണക്റ്റഡ് ആയിരിക്കും. അവരിപ്പോൾ നമ്മൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ എവിടെയാണെന്ന് പറയണം, അങ്ങനെ ഒരു നിർബന്ധമുള്ള കാര്യമല്ലല്ലോ. നമ്മൾ ഇപ്പം ചിലപ്പം ഇപ്പോൾ ഒരാളോട് നല്ല കമ്പനി ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കുറേ നാൾക്ക് ശേഷമായിരിക്കും മേ ബി അവരെ കാണുന്നുണ്ടാവുക. അതിൻ്റെ ഇടയ്ക്ക് അവരെ ഡെയിലി അപ്ഡേറ്റ് ചെയ്യാറോ, അല്ലെങ്കിൽ നീ എവിടെയാണ്, നീ എന്നെ വിളിച്ചില്ലല്ലോ, അങ്ങനെ ഒരു കംപ്ലയിൻറ്റ്സ് പറയാനോ ഞാൻ പോകാറില്ല. അപ്പം പിന്നീട് നമ്മളവരെ കാണുന്ന സമയത്ത് എന്താണോ ആ സമയത്ത് ഉണ്ടായിരുന്ന നമ്മൾ ആ ഒരുമിച്ചുണ്ടായിരുന്ന ഉള്ള സമയത്തുണ്ടായിരുന്ന മൊമെന്റ്സ് അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിരിക്കും നെക്സ്റ്റ്. പിന്നീട് ഇപ്പോൾ ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷമോ കഴിഞ്ഞ് ഒരു ബോണ്ടിങ് അത് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അല്ലാതെ ഇപ്പോൾ കാഷ്വലായിട്ട് കാണുന്ന ആ ഒരു ആൾക്കാരോടൊന്നും ഞാൻ അങ്ങനെ ഒരു കമ്പനി വെക്കാറില്ല. വളരെ ചെറിയൊരു സർക്കിളാണ് എൻ്റെ. അവരോടൊക്കെ എന്നും അപ്ഡേറ്റഡ് അല്ല എന്നുണ്ടെങ്കിലും ഒരുമാതിരി ഞാൻ നല്ല രീതിയിൽ കണക്റ്റഡ് ആയിട്ടിരിക്കാറുണ്ട്. അപ്പം എന്താ പറയുക, കാണുന്ന ഒരു സമയം ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട്.
നമ്മൾ ഏറ്റവും എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പം നമുക്ക് അങ്ങനെ ഒരു ആളോട് ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു ടൈം കൊടുക്കുക. ആ ഒരു ടൈമിന് നമ്മളൊരു വാല്യൂ കൊടുക്കുക. അവർ നമുക്ക് തരുന്ന ഒരു സമയത്തിനാണെന്നുണ്ടെങ്കിലും നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഞാൻ അവർക്ക് ടൈം കൊടുക്കുന്നുണ്ട്, നമ്മളത് അവരെനിക്ക് ആ വാല്യൂ തരുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ അതിൽ കണ്ടിന്യൂ ചെയ്തിട്ട് കാര്യമില്ല. അവിടെ അത് ബ്രേക്ക് ചെയ്യുക. ദെൻ എങ്ങനെയാണോ ആ ഒരു റിലേഷൻ മാനേജ് ചെയ്യാൻ പറ്റുന്നത് അതേപോലെ മാനേജ് ചെയ്ത് പോവുക. അല്ലാതെ അയ്യോ അത് പോയല്ലോ അവരെന്നോട് മിണ്ടിയില്ല അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് എന്താ പറയുക, കുറച്ച് സർക്കിളാണെങ്കിലും ഉള്ള സമയത്ത് അവരുടെ അപ്ഡേറ്റഡ് ആണ്, നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട്. അടുത്തത് ഷെയിമാണ്. ഇപ്പോൾ ഒരാളുടെ ശരീരം എന്ന് പറയുന്നത് അവരുടെ മാത്രം പെർസ്പെക്റ്റീവ്. അത് എങ്ങനെ നോക്കണോ നോക്കണ്ടേ എന്നൊക്കെ ഉള്ളതൊരാൾ. ഇപ്പോൾ ഒരാൾ തടി വെച്ചു അല്ലെങ്കിൽ അയാൾ മെലിഞ്ഞിരുന്നു, ഇതൊന്നും മറ്റുള്ളവരെ സംബന്ധിക്കുന്നിടത്തോളം അവർക്ക് നോക്കണ്ടാത്ത കാര്യമാണ്. പക്ഷേ സമൂഹം അവരെ അതിനെ ഷെയിം ചെയ്യുക. എന്ത് തടിയായത്, ഇങ്ങനെയാണോ ഒരു ആർട്ടിസ്റ്റ് ഇരിക്കേണ്ടത്? എനിക്കൊക്കെ കിട്ടിയിട്ടുള്ളത് അതാണ്. ഇങ്ങനെ കിട്ടുക നേരിട്ടുള്ള അനുഭവം എന്ന് വെച്ചാൽ ഇതെന്താ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്, ഇതെന്ത് തടിയാ, ഈ തടിക്ക് ഈ ക്യാരക്ടർ പറ്റുമോ? അപ്പം ലൈക്ക് എനിക്ക് അതൊക്കെ ഭയങ്കര ഒരു ഷെയ്മിങ് ആയിട്ട് പല സമയത്തും തോന്നിയിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ ബോഡി അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് ചെയ്യുന്നതും കമ്പയർ ചെയ്യുന്നതും എന്തിനാണ്? അപ്പോൾ അവരെ കുറിച്ച് നോക്കാൻ അവർക്ക് സമയമില്ല. അവരെന്തിനാണ് മറ്റുള്ളവരെ നോക്കുന്നത്? ബോഡി ഷെയ്മിങ് അത് ഞാൻ കുറേ അനുഭവം. ബോഡി ഷെയ്മിങ് ഓക്കെ. അതെ. നെക്സ്റ്റ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആണ്. ഇപ്പം ഞാൻ മോഡലിംഗ് അല്ലെങ്കിൽ ഞാൻ ആക്ടിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് നമുക്കൊരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു വർക്കല്ല. നമ്മളെപ്പോഴും ഒരു ഏണിങ് നമ്മൾ സൈഡിൽ എപ്പോഴും നമ്മൾ ഉണ്ടാക്കിയിടുക. അതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ. ഇപ്പം എഡ്യൂക്കേഷന് ഇമ്പോർട്ടൻസ് ഇരിക്കുന്നത് ഭയങ്കര പ്രശ്നമാണ്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആണെന്നാണ് ഇപ്പം ഈ സ്റ്റേജിൽ എനിക്ക് തോന്നുന്നത്. കാര്യം എനിക്കൊരു ഇതില്ലാന്നുണ്ടെങ്കിൽ, ഞാൻ എഡ്യൂക്കേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം, ആ സ്റ്റെബിലിറ്റിയും ലൈക്ക് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. സോ എനിക്ക് പൈസ കിട്ടുന്നുണ്ട്. അത് തന്നെയാണ് ഈ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് വളരെ. ചില ആൾക്കാർ പറയും കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല ഇപ്പം 18 വയസ്സായി കല്യാണം കഴിച്ച് വിടാം, 19, 20 വയസ്സായി. പക്ഷെ അതിലൊരു അർത്ഥമില്ല. എഡ്യൂക്കേഷനാണ് ഏറ്റവും വലിയ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്നാണ് ഞാൻ ഇപ്പം ഈ ഒരു അവസ്ഥയിൽ മനസ്സിലാക്കുന്നത്. മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. പല ആൾക്കാർക്ക് മോട്ടിവേഷൻ പലതരത്തിലാട്ടോ. ചില ആൾക്കാരെ ഭയങ്കരമായിട്ട് ഉന്തിത്തള്ളി വിടണം. എൻ്റെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്നോട് നീ അത് ചെയ്യാത്ത കാര്യത്തിന് എന്നെ കളിയാക്കുക, അതിലൊക്കെയാണ് എനിക്ക് ഈ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ സംതിങ് വാശിയാണ് നമ്മുടെ ഉള്ളിൽ കയറാം. എൻ്റെ വാശി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എന്നെ കളിയാക്കുക, എന്നെ എന്താ പറയുക, എന്നെ എന്തെങ്കിലും മോശമായിട്ട് പറയുക, അല്ലെങ്കിൽ ഞാൻ അതൊന്നും ആയില്ലേ, ഒന്നും ഇതായില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ഒരു സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര മോട്ടിവേറ്റഡ് ആവാറുണ്ട്. ഞാൻ എന്താ പറയുക, നമ്മൾ തെറ്റ് ചെയ്തു അല്ലെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, അല്ല നീ അതെന്താ വർക്ക് ചെയ്യാത്ത, അല്ലെങ്കിൽ അത് ശരിക്കും ഒരു കളിയാക്കൽ എന്ന് പറഞ്ഞ സാധനമല്ലേ, അല്ലെങ്കിൽ ആ ഒരു ഇൻസൾട്ടിങ് എന്ന് പറഞ്ഞ സാധനം എനിക്ക് ഭയങ്കര ഞാൻ മോട്ടിവേറ്റഡ് ആവാറുണ്ട് ചില സമയത്തൊക്കെ. മെന്റൽ ഹെൽത്ത് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ഷൂട്ടിന്റെ സമയത്ത് ഇപ്പം രാവിലെ പോവുക, രാത്രി വരിക, അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ കുറേ ആൾക്കാരോട് സംസാരിക്കും. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്ട്രെസ് മാനേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു മെൻ്റൽ നമ്മളാണ് മാനേജ് ചെയ്യേണ്ടത്. നമ്മൾ കുറേ ആവശ്യമില്ലാതെ എന്താ പറയുക ഇൻപുട്സ് ഉണ്ടാക്കാതിരിക്കുക, ഇൻടേക്ക് ഉണ്ടാക്കാതിരിക്കുക. ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കുന്ന പോലെ തന്നെയാണ് നമ്മുടെ ചെവിയിൽ കേൾക്കുന്ന കാര്യം. അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കേൾക്കണ്ട, ആവശ്യമില്ലാത്ത സാധനം ഔട്ട് കൊടുക്കണ്ട. അതാ ഇൻ ആൻഡ് ടേക്ക് എന്ത് വേണം എന്നുള്ളത് നമ്മൾ മാനേജ് ചെയ്യുക. എന്താ പറയുക, സ്ട്രെസ് നമുക്ക് കൂടുതലായിട്ടും ഇപ്പം നമ്മളുടെ സ്വന്തമായിട്ടുള്ള കാര്യമാണ്. നമ്മളതിനെ മെഡിറ്റേറ്റ് ചെയ്യുക, നമ്മൾ നല്ല നല്ല പാട്ടുകൾ കേൾക്കുക, നമ്മളതിനെ ബാലൻസ് ചെയ്തുകൊണ്ട് പോകുക. അതാണ് നമ്മുടെ സെൽഫായിട്ടുള്ള കാര്യങ്ങൾ. പുറത്തുനിന്നുള്ള വിഷയങ്ങൾ നമ്മൾ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എടുക്കാതിരിക്കുക, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു മെൻ്റൽ പ്രഷർ ബാലൻസിങ് അല്ലെങ്കിൽ സ്ട്രെസ് മാനേജ്മെന്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നീ അത് പറഞ്ഞില്ലേ, അത് ബാലൻസ്ഡ് ആണ്. ഇപ്പോൾ എൻ്റെ ബാലൻസ്ഡ് എനിക്ക് ഒരു കുഴപ്പമില്ല, എൻ്റെ ബാലൻസ്ഡ്. അത് ആ ഒരു ഇൻ ആൻഡ് ഔട്ട് എന്താണെന്നുള്ളത് മാത്രം ബാലൻസ് ചെയ്യാം. അത് ഭയങ്കര ഞാൻ അങ്ങനെയാണ് ബാലൻസ് ചെയ്യുക. ഞാൻ എന്ത് പറയണം, ഞാൻ എന്ത് പറയുന്നു, അതിനെ റിലേറ്റ് ചെയ്തിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. അത് എങ്ങനെ രീതിയിൽ ഞാൻ മാനേജ് ചെയ്യുന്നു, അതിനനുസരിച്ചുള്ള സ്ട്രെസ്സും പ്രഷറും എനിക്കുണ്ടാവുള്ളൂ. അപ്പോൾ അത് ഞാൻ എപ്പോഴും ബാലൻസ് ചെയ്യാറുണ്ട്. കമ്മിറ്റ്മെൻറ്റ്സ് ഇപ്പം എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനോടും ആണെന്നുണ്ടെങ്കിലും എൻ്റെ ഫാമിലിയോടാണെന്നുണ്ടെങ്കിലും അതിനൊക്കെ എനിക്ക് എന്താ പറയുക നല്ല ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. നോ പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ മെയിൻലി നോ പറയാറില്ല പല കാര്യങ്ങൾക്കും. എന്തെങ്കിലും അവൈലബിൾ ആണോ എന്ന് ചോദിക്കുമ്പം ഞാൻ എനിക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവൈലബിൾ ആകാറുണ്ട്. ഇപ്പോൾ ഒരാളുടെ സിറ്റുവേഷൻ അല്ലെങ്കിൽ അതിനൊക്കെ എന്താ പറയുക, എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ചെയ്യുക. അവരെന്നോട് എന്ത് ചെയ്തു, മറ്റുള്ളവരെന്ത് ചെയ്തു എന്നുള്ളത് ഞാൻ ചിന്തിക്കാറില്ല. എനിക്ക് അവർക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും, നമ്മളെപ്പോഴും ഇപ്പോൾ പറയും ഗീവ് ആൻഡ് ടേക്ക് എന്ന് പറയും.
ടേക്ക് എനിക്ക് നിർബന്ധമുള്ളൊരു കാര്യമാണോ എന്ന് ചോദിച്ചാൽ ചില സമയത്ത് നിർബന്ധമാണ്. പക്ഷെ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും, അതായത് നമ്മൾ അവരുടെ ഒരു എന്താ പറയുക, നമ്മൾ സമയം വാല്യൂ. അതുകൊണ്ട് ഞാൻ കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരാളാണ്. ഇപ്പം നമുക്കിപ്പോൾ ഒരാൾ ഒരു സമയം തന്നു, അല്ലെങ്കിൽ ഒരു സാധനം നമുക്ക് തന്നു, നമ്മൾ എന്താ പറയുക, അതിനൊരു വാല്യൂ കാണാണ്ട് നമ്മൾ നമ്മളുടെ വഴിക്ക് പോവാണ്. അത് നമ്മൾ തിരിച്ച് അവരും അത് ആഗ്രഹിക്കുന്നുണ്ടാവും ഇല്ലേ, നമ്മളത് കൊടുക്കുക എന്നുള്ളതാണ്. മീൻസ് അതുകൊണ്ട് മാത്രമല്ല, നമ്മൾക്ക് അയാളോടുള്ളൊരു സ്നേഹം ഉണ്ടാവും, നമുക്ക് അയാളോടുള്ളൊരു ഇഷ്ടം ഉണ്ടാവും, അതിനെല്ലാം ഞാൻ വാല്യൂ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കമ്മിറ്റ്മെൻറ്റ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ അടുത്ത സ്പേസ്, നമ്മൾ ഒരു സമയത്തൊക്കെ നമ്മളെപ്പോഴും ഒരു സമയത്ത് നമ്മളെപ്പോഴും എല്ലാ കാര്യത്തിനും അവൈലബിൾ ആണ്. ആ സമയത്ത് നമുക്ക് മറ്റുള്ളവർ തരുന്നൊരു വാല്യൂ അതൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നുണ്ടാവും ചില സമയത്തൊക്കെ. ഇപ്പോൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ആ ഒരു സ്നേഹം ഞാൻ എന്തുകൊണ്ട് എന്നോട് കാണിക്കുന്നില്ല എന്നുള്ളൊരു തോന്നലൊക്കെ നമുക്കുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പം എൻ്റെ സ്റ്റുഡൻസിനോടാണെന്നുണ്ടെങ്കിലും എൻ്റെ കോളേജിലാണെന്നുണ്ടെങ്കിലും ഞാൻ ഫസ്റ്റ് പറയുന്നത് എനിക്കാണ് ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പം ചില ആൾക്കാർ പറയും അവൾ ഭയങ്കര സെൽഫിഷാണ്. പക്ഷെ എനിക്കത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക, ആയിക്കോട്ടെ, ഞാൻ ഭയങ്കര സെൽഫിഷാണ്, പിന്നെ ഞാനല്ലാതെ എന്നോട് ആരാണ് ഇത്രമാത്രം സ്നേഹം ഉണ്ടാവാനുള്ളൊരു വ്യക്തി, അല്ലെങ്കിൽ എനിക്ക് വേണ്ട കാര്യങ്ങൾ ഞാനല്ലാതെ വേറെ ആരാണ് സംസാരിക്കുന്നത്. സെൽഫ് ലവും കൂടെയാണ്. ഞാൻ എന്നെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണ്. എനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രീ ടൈം എപ്പോഴും കണ്ടെത്താറുണ്ട്. അത് ഉറങ്ങുന്ന സമയത്തല്ല, എനിക്ക് വേണ്ടി പാട്ട് കേൾക്കണം, എൻ്റെ മൈൻഡ് ഒന്ന് കാമാക്കണം എന്നുണ്ടെങ്കിൽ ഞാനൊരു 10 മിനിറ്റ് ഷൂട്ടിൻ്റെ സമയത്തോ അല്ല എന്തിൻ്റെ സമയത്തല്ല, എൻ്റെ കോളേജിൻ്റെ സമയത്താണെങ്കിലും മാഡത്തിനോട് പോയി, മാഡം എനിക്ക് ഈ അവർ പറ്റില്ല മാഡം, എനിക്ക് പറ്റുന്നില്ല മാഡം, എനിക്ക് കുറച്ച് സമയം ഫ്രീ വേണം. പക്ഷെ മാഡം എന്നെ മനസ്സിലാക്കുന്നുണ്ട്. സോ മാഡം എന്നോട് പറയും മിസ്യൂസ് ചെയ്യുന്നില്ലല്ലോ. ഇല്ല. അപ്പം മാഡം പറയും ഓക്കെ നയന, നീ നിൻ്റെ സമയം എടുത്തു, അതെൻ്റെ സമയമാണ്. അപ്പം അവർ ആ ഒരു സമയത്തിന് വാല്യൂ കൊടുക്കുന്ന, അവരുടെ സമയത്തിന് വാല്യൂ കൊടുക്കുന്നതുകൊണ്ടാണ് എനിക്ക് അവരെനിക്ക് ആ വാല്യൂ തരുന്നത്. എല്ലാവരും അവർക്ക് വേണ്ടിയുള്ള ഒരു സമയം കണ്ടെത്തണം. ഞാൻ എനിക്ക് വേണ്ടി ഒരു സമയം കണ്ടെത്തുന്നുണ്ട്. അപ്പം എനിക്ക് പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഞാൻ അതിന് റിക്വസ്റ്റ് ചെയ്യാറുണ്ട്, എനിക്ക് തരാവോ, ഞാൻ ചോദിച്ച് വാങ്ങിക്കാറുണ്ട്. ഓപ്പർച്യൂണിറ്റി, അവസരം എന്ന് പറയുമ്പോൾ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് പല തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റികൾ കിട്ടാറുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചിന്തിക്കും, നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ അത് ബാഡാണോ ഗുഡാണോ എന്നുള്ളൊരു ഡിസിഷൻ മേക്കിംഗ് ആണ് അവിടെ വരുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് വരണം, അല്ലെങ്കിൽ എന്ത് ആയിക്കോട്ടെ, ഇപ്പം അഭിനയിക്കാനുള്ള അവസരങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ എനിക്കൊരു ജോലിയുടെ ആവശ്യങ്ങൾ എന്തും ആയിക്കോട്ടെ, ഞാൻ അതിൻ്റെ വരും വരാഴികകൾ നെക്സ്റ്റ് എന്താണെന്നുള്ളൊരു ഫ്യൂച്ചർ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുണ്ടാവും. അത് വേണോ വേണ്ടോ എന്നുള്ള ആ സമയത്ത് തീരുമാനം എടുക്കുന്നുണ്ടാവും. ആ കിട്ടിയ ഓപ്പർച്യൂണിറ്റി നല്ലതാണോ, അല്ലെങ്കിൽ ഞാൻ അത് ചെയ്താൽ എനിക്ക് ഗുഡാണോ ഉണ്ടാവുക എന്നുള്ളതൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. നല്ലതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ആ ഓപ്പർച്യൂണിറ്റി എടുക്കുന്നതുകൊണ്ട് എനിക്ക് ഗുണമൊന്നുമില്ല, അല്ലെങ്കിൽ ഇഫ് അത് ഗുണം ഉണ്ടെങ്കിലും എനിക്കതുകൊണ്ട് സ്ട്രെസ് ആണെന്നുണ്ടെങ്കിൽ ഞാനത് എടുക്കില്ല. അപ്പോൾ ഓപ്പർച്യൂണിറ്റി എപ്പോഴും ഞാൻ കമ്പയർ ചെയ്യാറുണ്ട് ഗുഡും ബാഡും വെച്ചിട്ട്. അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ഇപ്പോൾ ഓപ്പർച്യൂണിറ്റികൾ വരുന്ന സമയത്ത് എനിക്ക് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് എനിക്ക് വിഷമമുള്ള കാര്യമില്ല. കാര്യം അതിൻ്റെ നല്ല വശവും ചീത്ത വശവും ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പം പോയി എന്നുള്ളത് കൊണ്ട് ഞാൻ ചിന്തിക്കുന്ന കുറേ ചീത്ത കാര്യങ്ങൾ പോയി എന്നുള്ളതാണ്. നഷ്ടപ്പെട്ടു എന്നുള്ളത് ഞാൻ വിഷമിക്കാറില്ല. അയ്യോ അത് പോയല്ലോ, വിഷമം ഉണ്ടാവാറുണ്ട്. ലക്കി എന്നൊക്കെ പറയുന്നത് പോലെ. അതെ, ഓപ്പർച്യൂണിറ്റി ഇപ്പൊ ലക്കി ഫാക്ടറായിട്ട് കുറെ കാര്യങ്ങൾ നമുക്ക് കിട്ടും. പക്ഷെ അത് നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് നമ്മുടെ ഒരു സ്വന്തം തീരുമാനമാണ്. നല്ല ചീത്ത നോക്കിയിട്ട് എടുക്കാറുള്ളൂ.